കഴിഞ്ഞ ദിവസം പഠിച്ചതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡിമാൻഡ് ഫങ്ഷൻ വളരെ ഈസി ആയിട്ട് നിങ്ങൾ പഠിച്ചൊരു ടോപ്പിക്ക് തന്നെയാണ്. വിക്ടേഴ്സ് ചാനലിൽ നിങ്ങൾ പഠിച്ച ടോപ്പിക്സുകളാണ് നമ്മൾ റിവൈസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഡിമാൻഡ് ഫങ്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. എന്താണ് ഡിമാൻഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ആൻഡ് ഇറ്റ്സ് വേരിയസ് ഡിറ്റർമിനൻസ്. ഒരു കമ്മോഡിറ്റിൻ്റെ ഡിമാൻഡും ആ കമ്മോഡിറ്റിൻ്റെ ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന അല്ലെങ്കിൽ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ അവ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് ഡിമാൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഡിമാൻഡ് ഫങ്ഷൻ ഷോസ് ദി ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ആൻഡ് ഇറ്റ്സ് വേരിയസ് ഡിറ്റർമിനൻസ്. നമുക്ക് ഡിമാൻഡ് ഫങ്ഷൻ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? QD എന്നുള്ളത് എന്താണ്? ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. അങ്ങനെയാണ് നമ്മൾ ഡിമാൻഡ് ഫങ്ഷന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഡിമാൻഡ് ഫങ്ഷൻ ദാറ്റ് മീൻസ് QD ഈക്വൽ ടു എഫ് ഓഫ് PR, Y, T ആൻഡ് W. P എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി അല്ലേ. അത് ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്, നിർണ്ണയിക്കുന്നുണ്ട്. PR എന്താണ്? പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി. നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ച കമ്മോഡിറ്റീനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കമ്മോഡിറ്റി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആകാം, കോംപ്ലിമെൻ്ററി ഗുഡ് ആവാം. ദെൻ Y എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ഉപഭോക്താവിൻ്റെ ഇൻകം. T എന്ന് പറഞ്ഞാൽ എന്താണ്? ടേസ്റ്റ്, പ്രിഫറൻസ് ആൻഡ് ഹാബിറ്റ് ഓഫ് ദ കൺസ്യൂമർ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് അതുപോലെ ഹാബിറ്റ് ഓഫ് ദ കൺസ്യൂമർ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ദെൻ W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേതൊക്കെ ഉൾപ്പെടും? ക്ലൈമറ്റ്, ഫാഷൻ, പോപ്പുലേഷൻ എക്സെട്ര. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് Wയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഡിമാൻഡ് ഫങ്ഷൻ QD ഈക്വൽ ടു എഫ് ഓഫ് P, PR, Y, T ആൻഡ് W. ദെൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡിമാൻഡാണ് നമ്മൾ പഠിക്കുന്നത്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡിമാൻഡ് ഏതൊക്കെയാണ്? പ്രൈസ്, ഇൻകം എല്ലാം എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിമാൻഡിൽ വരുന്നതാണ് അല്ലേ. നോക്കൂ, ടേസ്റ്റ്, പ്രിഫറൻസ്, അതുപോലെ തന്നെ ഹാബിറ്റ് ഓഫ് ദ കൺസ്യൂമർ, അതുപോലെ തന്നെ നോൺ മോണിറ്ററി ഫാക്ടേഴ്സ്, ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ഇറ്റ് കനോട്ട് ബി മെഷേർഡ് ഇൻ ടേംസ് ബിക്കോസ് ഇറ്റ് ഈസ് അഫക്റ്റഡ് ബൈ സോഷ്യൽ, കൾച്ചറൽ, റിലീജിയസ് ആൻഡ് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്. ഇതെല്ലാം തന്നെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ടേസ്റ്റ് എങ്ങനെയാണ് കൺസ്യൂമറിൻ്റെ, ഹാബിറ്റ് എങ്ങനെയാണെന്ന് മെഷർ ചെയ്യാൻ പറ്റുമോ? അതെല്ലാം തന്നെ നോൺ മോണിറ്ററി ഫാക്ടേഴ്സാണ്. അത് സോഷ്യൽ, കൾച്ചറൽ, റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ദർഫോർ വി ഹാവ് 3 ഫാക്ടേഴ്സ് ദാറ്റ് എഫക്റ്റ് ഡിമാൻഡ്. അതുകൊണ്ട് ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സാണുള്ളത്. ഏതൊക്കെയാണ്? ദേ ആർ പ്രൈസ്, ഇൻകം ആൻഡ് പ്രൈസ് ഓഫ് ദ റിലേറ്റഡ് ഗുഡ്സ്. പ്രൈസ്, ഇൻകം ആൻഡ് the third one പ്രൈസ് ഓഫ് ദ റിലേറ്റഡ് ഗുഡ്സ്. 3 kinds ഓഫ് ഡിമാൻഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏതാണ്? പ്രൈസ് ഡിമാൻഡ്, ഇൻകം ഡിമാൻഡ്, ദെൻ തേർഡ് വൺ എന്താണ്? പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. അതിന് നമുക്ക് എന്ത് പറയാം? ക്രോസ് ഡിമാൻഡ്. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് അതായത് ക്രോസ് ഡിമാൻഡ്. അതിലെ ഫസ്റ്റ് വൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, പ്രൈസ് ഡിമാൻഡ്. അതർ തിങ്സ് ബീയിങ് ദ സെയിം, പ്രൈസ് demand shows the functional relationship between price of the commodity and quantity of the commodity demanded. Price of the commodityയും quantity of the commodity ഡിമാൻഡ് ചെയ്യുന്നതും അവ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് പ്രൈസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റിയും ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് ദ കമ്മോഡിറ്റിയും അവ തമ്മിലുള്ള ഫങ്ഷണൽ റിലേഷൻഷിപ്പിനെയാണ് പ്രൈസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് QD ഈക്വൽ ടു എഫ് ഓഫ് P. QD എന്ന് പറയുന്നത് എന്താണ്? ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈക്വൽ ടു എഫ് ഓഫ് P. പ്രൈസ് ഒരു ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ അല്ലേ. പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ് ഇവിടെ. ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. അതും കൂടി ഓർത്ത് വയ്ക്കുക. ദെൻ സെക്കൻഡ് വൺ, ഇൻകം ഡിമാൻഡ്. ഇൻകം ഡിമാൻഡ് ഷോസ് ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ quantity of a commodity demanded and income of the consumer who purchase it. Quantity of the commodity ഡിമാൻഡ് ചെയ്യുന്നതും ഇൻകം ഓഫ് ദ കൺസ്യൂമർ എന്താണ്? കൺസ്യൂമറിൻ്റെ കയ്യിൽ ഇൻകം ഉണ്ടെങ്കിലാണ് കൺസ്യൂമർ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുള്ളൂ. ഇൻകത്തിൻ്റെ ലെവൽ ഡിഫറെൻ്റ് ആണെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ലെവൽ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും.
അതിനെയാണ് ഇൻകം ഡിമാൻഡ് എന്ന് പറയുന്നത്. ക്യു ഡി ഈക്വൽ ടു എഫ് ഓഫ് വൈ. ഇവിടെ ഇൻകം എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് ഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. ഇൻകം ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഇൻകം ഡിമാൻഡ് ഷോസ് ദി ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി ഡിമാൻഡഡ് ആൻഡ് ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഹൂ പർച്ചേസ് ഇറ്റ്. ക്യു ഡി ഈക്വൽ ടു എഫ് ഓഫ് വൈ. Other things being the same, income demand shows the functional relationship between quantity of commodity demanded and income of the consumer who purchase it. QD equal to F of Y. Then third one, cross demand. നമ്മൾ പറഞ്ഞു price of the related goods എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇവിടെ ക്രോസ് ഡിമാൻഡ് എന്ന വേർഡ് ഉദ്ദേശിച്ചത്. ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ചേഞ്ച് മറ്റൊരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നു. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്, കോംപ്ലിമെൻ്ററി ഗുഡ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. അതർ തിങ്സ് ബീങ് ദ സെയിം, ക്രോസ് ഡിമാൻഡ് ഷോസ് ദി ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റീസ് ഓഫ് ദ കമ്മോഡിറ്റി ഡിമാൻഡഡ് ആൻഡ് പ്രൈസ് ഓഫ് ഇറ്റ്സ് റിലേറ്റഡ് കമ്മോഡിറ്റി. ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റിയും അതുപോലെ തന്നെ പ്രൈസ് ഓഫ് ദ റിലേറ്റഡ് കമ്മോഡിറ്റിയും. പി ആർ എന്ന് പറയുന്നതാണ് പ്രൈസ് ഓഫ് ദ റിലേറ്റഡ് കമ്മോഡിറ്റി. അതർ തിങ്സ് ബീങ് ദ സെയിം, ക്രോസ് ഡിമാൻഡ് ഷോസ് ദി ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഏതൊക്കെ തമ്മിലാണ്? ക്വാണ്ടിറ്റീസ് ഓഫ് എ കമ്മോഡിറ്റി ഡിമാൻഡഡ് ആൻഡ് പ്രൈസ് ഓഫ് ഇറ്റ്സ് റിലേറ്റഡ് കമ്മോഡിറ്റി. ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റിയും പ്രൈസ് ഓഫ് ദ റിലേറ്റഡ് കമ്മോഡിറ്റിയും. ഒരു കമ്മോഡിറ്റിൻ്റെ പ്രൈസ് അല്ല, മറ്റ് റിലേറ്റഡ് കമ്മോഡിറ്റി എന്ന് പറയുന്നതാണ്. ദാറ്റ് ഈസ് ക്യു ഡി ഈക്വൽ ടു എഫ് ഓഫ് പി ആർ. ക്യു ഡി ഈക്വൽ ടു എഫ് ഓഫ് പി ആർ. ദെൻ ഹൗസ് ഹോൾഡ് ഡിമാൻഡ് ഷെഡ്യൂൾ നെക്സ്റ്റ് ടോപ്പിക്കാണ്. ഹൗസ് ഹോൾഡ് ഡിമാൻഡ് ഷെഡ്യൂൾ. നമ്മൾ ഹൗസ് ഹോൾഡ് ഡിമാൻഡ് എന്താണെന്ന് പഠിച്ചു. ഹൗസ് ഹോൾഡ് ഡിമാൻഡ് ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ. നമ്മൾ ഇന്ന് പഠിക്കുന്ന ഈ ടോപ്പിക് എന്താ? ഹൗസ് ഹോൾഡ് ഡിമാൻഡ് ഷെഡ്യൂൾ. ഹൗസ് ഹോൾഡ് ഡിമാൻഡ് ഷെഡ്യൂളിൽ എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ടാബുലർ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഷോസ് എ ഫുൾ അക്കൗണ്ട് ഓഫ് ദി ഹൗസ് ഹോൾഡ് ഡിമാൻഡ് ഓഫ് എ പർട്ടിക്കുലർ കമ്മോഡിറ്റി അറ്റ് ഡിഫറെൻറ്റ് പ്രൈസസ് അറ്റ് സർട്ടൻ ടൈം. ഹൗസ് ഹോൾഡ് ഡിമാൻഡിൽ പറയുന്നത് എന്താണ്? ഒരു ടാബുലർ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ, നമ്പേഴ്സിൻ്റെ രൂപത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ. അതിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? എ ഫുൾ അക്കൗണ്ട് ഓഫ് ദി ഹൗസ് ഹോൾഡ് ഡിമാൻഡ് ഓഫ് എ പർട്ടിക്കുലർ കമ്മോഡിറ്റി അറ്റ് ഡിഫറെൻറ്റ് പ്രൈസസ് അറ്റ് എ സർട്ടൻ ടൈം. പർട്ടിക്കുലർ ടൈമിൽ ഡിഫറെൻറ്റ് പ്രൈസസിൽ എങ്ങനെയാണ് ഹൗസ് ഹോൾഡിൻ്റെ ഡിമാൻഡ് നടക്കുന്നത്, ഒരു നിശ്ചിത ടൈമിൽ നിശ്ചിത വിലയ്ക്ക് ഹൗസ് ഹോൾഡ് എത്ര യൂണിറ്റ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഹൗസ് ഹോൾഡ് ഡിമാൻഡ് ഷെഡ്യൂളിൽ പറഞ്ഞത്. ഹൗസ് ഹോൾഡ് മീൻസ് കുടുംബം അല്ല എന്നുള്ള അർത്ഥത്തിലാണ്, ഇൻഡിവിജ്വൽ അല്ല അവിടെ ഉദ്ദേശിച്ചത്. നോക്കൂ, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി എക്സ്, ദെൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ എ എന്നുള്ള കൺസ്യൂമറിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ്. പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി എന്താണ്? എക്സിൻ്റെ എന്താണ് പ്രൈസ്? 10 ആകുമ്പോൾ 1 യൂണിറ്റ് പർച്ചേസ് ചെയ്തു, 9 ആകുമ്പോൾ 2 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്തു, 6 ആകുമ്പോൾ 5 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്തു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഹൗസ് ഹോൾഡ് ഡിമാൻഡ് ഷെഡ്യൂൾ. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഏത് നമ്പേഴ്സ് വെച്ചിട്ടും എഴുതാൻ പറ്റും. അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് കൂടുന്നു പ്രൈസ് കുറയുമ്പോൾ എന്നുള്ളത് മാത്രം ഓർത്ത് വയ്ക്കുക. എന്നിട്ട് ആണ് ഇവിടെ നമ്മൾ ഷെഡ്യൂള് സെറ്റ് ചെയ്യേണ്ടത്. ദെൻ ഹൗസ് ഹോൾഡ് ഡിമാൻഡ് കർവ്. നമ്മളിപ്പോൾ പറഞ്ഞ ഹൗസ് ഹോൾഡ് ഡിമാൻഡ് ഷെഡ്യൂളിനെ ഗ്രാഫിക്കലായിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് എന്ത് പറയാം? ഹൗസ് ഹോൾഡ് ഡിമാൻഡ് കർവ് എന്ന് പറയാം. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ഹൗസ് ഹോൾഡ് ഡിമാൻഡ് ഷെഡ്യൂൾ, അതിനെയാണ് നമുക്ക് എന്ത് പറയുന്നത്? ഹൗസ് ഹോൾഡ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. The curve shows the various quantities of the demand for commodity by a particular household at various levels of prices. അതായത് വേരിയസ് ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ബൈ എ പർട്ടിക്കുലർ ഹൗസ് ഹോൾഡ് അറ്റ് വേരിയസ് ലെവൽസ് ഓഫ് പ്രൈസസ്. ഡിഫറെൻറ്റ് പ്രൈസസിൽ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് പ്രോഡക്ട്സ് ഒരു പർട്ടിക്കുലർ ഹൗസ് ഹോൾഡ് പർച്ചേസ് ചെയ്താൽ എങ്ങനെയാണ് അവിടെ ഹൗസ് ഹോൾഡ് ഡിമാൻഡ് കർവ് വരുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം എക്സ് ആക്സിസിൽ എന്താണ്? കമ്മോഡിറ്റി ആണ്. വൈ ആക്സിസിൽ എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? പ്രൈസ് ആണ്. നോക്കൂ, പ്രൈസ് 10 ആകുമ്പോൾ 1 യൂണിറ്റ് പർച്ചേസ് ചെയ്തു, പ്രൈസ് 7 ആയിട്ട് കുറഞ്ഞപ്പോൾ 3 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്തു. അപ്പം നമ്മൾ ഹൗസ് ഹോൾഡ് ഡിമാൻഡ് ഷെഡ്യൂളിനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്താൽ അതെന്തായി? ഹൗസ് ഹോൾഡ് ഡിമാൻഡ് കർവായി. ദെൻ നമ്മൾ അടുത്ത് പഠിക്കുന്ന ടോപ്പിക്കാണ് ലീനിയർ ഡിമാൻഡ്.
ലീനിയർ ഡിമാൻഡ് എന്ന് ആലോചിക്കുക, നിങ്ങൾ സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും അവിടുത്തെ ഡിമാൻഡ് കർവ് എന്ന് ഓർത്ത് വയ്ക്കുക. ലീനിയർ ഡിമാൻഡിൻ്റെ ഇക്വേഷൻ ആണ്, അതിൻ്റെ ഫോർമുല എന്ന് തന്നെ നമുക്ക് പറയാം ക്യു ഡി ഈക്വൽ ടു എ മൈനസ് ബി പി. ഇവിടെ സ്മോൾ ലെറ്റർ യൂസ് ചെയ്യണം, എയും ബിയും പി ഒക്കെ. ക്യു ഡി ഈക്വൽ ടു എ മൈനസ് ബി പി. അപ്പോൾ ഇവിടെ ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ ആണ് എന്ത്, ക്യു ഡി ഈക്വൽ ടു എ മൈനസ് ബി പി എന്ന് പറയുന്നത് എന്താണ്, ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ. ക്യു ഡി എന്ന് പറയുന്നത് എന്താണ്, ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. എ എന്ന് പറയുന്നത് എന്താണ്, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. നോക്കൂ, ഗ്രാഫിൽ നോക്കിയാൽ അറിയാൻ പറ്റും, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എ ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്, സ്ലോപ്പ് ഓഫ് ദ ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവിൻ്റെ സ്ലോപ്പാണ് എന്ത്, ബി എന്ന് പറയുന്നത്. ദെൻ പി എന്ന് പറയുന്നത് എന്താണ്, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി ആണ്, വൈ ആക്സിസിൽ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ആണ്. എ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്, സ്ലോപ്പ് ഓഫ് ദ ഡിമാൻഡ് കർവ്. അതായത് ബി കാണുന്നതിനുള്ള ഫോർമുല എന്താണ്, ഡെൽറ്റ പി ബൈ ഡെൽറ്റ ക്യൂ, ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി. പി എന്ന് പറയുന്നത് പ്രൈസ് ആണെന്നറിയാം അല്ലേ, ക്യൂ എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റി ആണെന്നറിയാം. അപ്പോൾ അതിൽ പിയിൽ വന്നിട്ടുള്ള മാറ്റം, അതായത് ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റിയിൽ വന്നിട്ടുള്ള മാറ്റം, അതായത് ഡെൽറ്റ ക്യൂ. അപ്പോൾ നമുക്ക് ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, ക്യു ഡി ഈക്വൽ ടു എ മൈനസ് ബി പി. ക്യു ഡി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ്. എ എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ആണല്ലേ, വെർട്ടിക്കലി ലൈനിൽ ഡിമാൻഡ് കർവ് കണക്ട് ചെയ്യുന്ന ഭാഗം. പി എന്ന് പറയുന്നത് എന്താണ്, സ്ലോപ്പ് ഓഫ് ദ ഡിമാൻഡ് കർവ് ആണ്, ദാറ്റ് ഈസ് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ക്യൂ. ദെൻ പി എന്ന് പറയുന്നത് എന്താണ്, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. അടുത്തത് ഒരു ന്യൂമറിക്കൽ എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്. നോക്കൂ, ക്യു ഡി ഈക്വൽ ടു 6 മൈനസ് 2p എന്നുള്ള ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ. ഇവിടെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഇവിടെ പിൻ്റെ വാല്യൂ എത്ര തന്നിട്ടുണ്ട്, 3 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിമാൻഡ് കർവ് വരയ്ക്കുകയാണ്. അതായത് പിക്ക് നമ്മൾ വാല്യൂസ് കൊടുക്കുകയാണ്, 0 മുതൽ 3 വരെയുള്ള വാല്യൂസ് കൊടുത്തിട്ട് നമ്മൾ കർവ് സെറ്റ് ചെയ്യണം. നോക്കൂ, ക്യു ഡി ഈക്വൽ ടു 6 മൈനസ് 2p എന്നുള്ള ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ്റെ ഇക്വേഷനിൽ വാല്യൂസ് പീന് ഇട്ട് കൊടുക്കുക. 0, 1, 2, 3 എന്നൊക്കെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്യു ഡി കിട്ടും. ക്യു ഡി ഈക്വൽ ടു എന്നുള്ള ഒരു വാല്യൂ കിട്ടും. നോക്കൂ, ഇതിൽ 6, 4, 2, 0 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുക, 0 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ 6 കിട്ടി. അപ്പോൾ 0, 6 ഒരു ബണ്ടിലിനകത്ത് എഴുതി. 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടി, 4 കിട്ടി. അപ്പോൾ 1, 4 എന്നുള്ള അടുത്ത വാല്യൂ കിട്ടും. ദെൻ 2, 2, 3 വാല്യൂ കൊടുക്കുമ്പോൾ 0 കിട്ടി. അപ്പം നമുക്ക് ഓരോ കോർഡിനേറ്റ്സ് കിട്ടിയില്ലേ, അതായത് ബണ്ടിൽസ് ആയിട്ടാണ് നമ്മൾ പഠിച്ചത്. കോർഡിനേറ്റ്സ് എന്നും അതിനെ പറയാം. 0, 6, 1, 1, 2, 2, 3, 0 അല്ലേ. അപ്പം നമുക്ക് നോക്കൂ, ഇതിനെ ഗ്രാഫിക്കലി നമുക്ക് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ലീനിയർ ഡിമാൻഡ് കർവ് വരുന്നു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് കറക്റ്റായിട്ട് ഗ്രാഫിൽ കറക്റ്റ് സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്തിട്ട് വാല്യൂസ് മനസ്സിലാക്കിയിട്ട് കോർഡിനേറ്റ്സ് എല്ലാം തന്നെ വരയ്ക്കുക. എന്നിട്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കിട്ടും, അറിയാൻ പറ്റും. 0, 6 എന്ന് പറയുമ്പോൾ 0 എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിൽ നോക്കണം. 6 എന്ന് പറയുമ്പോൾ വൈ ആക്സിസിലെ അങ്ങനെ നോക്കുക. 1, 4 നോക്കൂ, 2, 2, 3, 0 അല്ലേ. 3 എന്ന് പറയുമ്പോൾ പിന്നെ 0 അങ്ങനെ നോക്കുക. അപ്പം നമുക്ക് ആ കോർഡിനേറ്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ ലീനിയർ ഡിമാൻഡ് കർവ് ഇതുപോലെ ഷേപ്പിൽ ഡിമാൻഡ് കർവ് കിട്ടും. അതിനെയാണ് ലീനിയർ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ലീനിയർ ഡിമാൻഡ് ഇക്വേഷനിൽ വാല്യൂസ് ഇട്ട് കൊടുത്താൽ ലീനിയർ ഡിമാൻഡ് കർവ് കിട്ടുമെന്നുള്ളൂ. അപ്പോൾ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ഇവിടെ എത്രയാണ് നോക്കൂ, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് 6, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് നോക്കൂ 3, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് 3. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, സ്ലോപ്പ് കാണാനുള്ള ഫോർമുല എന്താണ് നോക്കൂ, സ്ലോപ്പ് ഓഫ് ദ ഡിമാൻഡ് കർവ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ക്യൂ, ചേഞ്ച് ഇൻ പി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ക്യൂ. അപ്പോൾ ഇപ്പോഴത്തെ പ്രോബ്ലത്തിൽ നോക്കൂ 3/6 അതായത് -2 കിട്ടും. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ അതിന് മൈനസ് നമ്മൾ കൊടുക്കണം. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫോർമുലയ്ക്ക് മൈനസ് കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫോർമുല എന്ത് വരും, സ്ലോപ്പ് ഓഫ് ദ ഡിമാൻഡ് കർവ് ഈക്വൽ ടു പി ഈക്വൽ ടു മൈനസ് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ക്യൂ. അപ്പോൾ വാല്യൂസിന് മൈനസ് ഇട്ട് കൊടുക്കുക ലാസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർക്കാനായിട്ട് ആ ഫോർമുലയിൽ തന്നെ മൈനസ് ഇട്ട് വയ്ക്കുക. മൈനസ് ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ക്യൂ. അപ്പോൾ മൈനസ് നടുവിലായിട്ട് എഴുതണം. ഡെൽറ്റ പിക്ക് മാത്രമല്ല അതിന് വാല്യൂ, ഡെൽറ്റ ക്യൂക്കും അത് ബാധകമാണ്. അതുകൊണ്ട് മൈനസ് ഓഫ് ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ക്യൂ എന്ന് എഴുതാം.
അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ തന്നത്. നെക്സ്റ്റ് വൺ, ലീനിയർ ഡിമാൻഡിന് ജസ്റ്റ് കർവ് ഇതിൽ വരച്ചു എന്ന് മാത്രം, കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ, Q മൈനസ് ABP എന്നുള്ളത് ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അതും കൂടെ വരച്ചു. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ലീനിയർ ഡിമാൻഡ് അതിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടുള്ളത് നമ്മൾ പറഞ്ഞു, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ദെൻ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ ആൻഡ് മാർക്കറ്റ് ഡിമാൻഡ് കർവ്. എന്താണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ്, എന്താണ് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്നുള്ളത് നമ്മൾ പഠിക്കും. നമുക്കറിയാം മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ ടേബിളിൽ റെപ്രസെൻ്റ് ചെയ്തൊരു കാര്യമാണ് നിങ്ങൾക്കറിയാം. മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ ആ ടേബിളിനെ അങ്ങോട്ട് ഗ്രാഫ് ആക്കി മാറ്റി കഴിഞ്ഞാൽ എന്തായി, മാർക്കറ്റ് ഡിമാൻഡ് കർവായി. ഇല്ല, അത്രയും ഈസിയാണ്. നോക്കൂ, ദി സമ്മേഷൻ ഓഫ് ഓൾ ദി ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾസ് ഇൻ എ മാർക്കറ്റ് ഫോർ എ കമോഡിറ്റി ഈസ് കോൾഡ് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ. എല്ലാ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾസിൻ്റെയും കൂടെ സമ്മേഷനെ പറയുന്ന പേരാണ് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. എ കർവ് ദാറ്റ് ഷോസ് ദി ഡിമാൻഡ് ഫോർ ദി ഹോൾ മാർക്കറ്റ് ഫോർ എ കമോഡിറ്റി അറ്റ് ഇറ്റ്സ് വേരിയസ് പ്രൈസ് ഈസ് നോൺ ആസ് മാർക്കറ്റ് ഡിമാൻഡ് കർവ്. എന്താണ് മാർക്കറ്റ് ഡിമാൻഡ് കർവിൽ എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഡിമാൻഡ് ഓഫ് ദ ഹോൾ മാർക്കറ്റ് ഫോർ എ കമോഡിറ്റി. ഒരു പർട്ടിക്കുലർ കമോഡിറ്റിൻ്റെ ഡിമാൻഡ് ഹോൾ മാർക്കറ്റിൽ എത്രയാണ് നടന്നത്, വേരിയസ് പ്രൈസസിൽ എന്നുള്ളതാണ് അതിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എ കർവ് ദാറ്റ് ഷോസ് ദി ഡിമാൻഡ് ഓഫ് ദ ഹോൾ മാർക്കറ്റ് ഓഫ് എ കമോഡിറ്റി അറ്റ് ഇറ്റ്സ് വേരിയസ് പ്രൈസസ് ഈസ് നോൺ ആസ് മാർക്കറ്റ് ഡിമാൻഡ് കർവ്. Market demand curve is the horizontal summation of all individual household demand curves. Market demand curve എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, horizontal summation of all individual household demand curves ആണ്. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ. പ്രൈസ് ഓഫ് ദ കമോഡിറ്റി, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് കൺസ്യൂമർ എ എന്നുള്ളൊരു വ്യക്തി, ഒരു ഇൻഡിവിജ്വൽ എന്നാലോചിക്കുക, അല്ലെങ്കിൽ എ എന്നുള്ള ഒരു കൺസ്യൂമർ. ദെൻ QD ഓഫ് കൺസ്യൂമർ ബി, അടുത്ത ആൾ. ദെൻ മാർക്കറ്റ് ഡിമാൻഡ്, അതായത് കൺസ്യൂമർ എയിൻ്റെ ഡിമാൻഡും കൺസ്യൂമർ ബിൻ്റെ ഡിമാൻഡും വരും. ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ ആൻഡ് ബി, അതായത് മാർക്കറ്റ് ഡിമാൻഡ്. മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ അല്ലേ. അപ്പോൾ ഇവിടെ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ എ എന്നുള്ള കൺസ്യൂമറിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡും ബി എന്നുള്ള കൺസ്യൂമറിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അതിന് നമുക്ക് എന്താ പറയാം, മാർക്കറ്റ് ഡിമാൻഡ്. അപ്പോൾ ഇവിടെ റെപ്രസെൻ്റ് ചെയ്ത് എന്താണ്, മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നോക്കൂ, മാർക്കറ്റ് ഡിമാൻഡ് കർവ് ആണ് പറയുന്നത്. കൺസ്യൂമർ എയിൻ്റെ മാർക്കറ്റ് ഡിമാൻഡ് കർവ്, അതായത് എത്ര പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത്, നോക്കൂ, പ്രൈസും ക്വാണ്ടിറ്റി ഓഫ് കൺസ്യൂമർ എയും മാത്രം നോക്കിയിട്ട് നമ്മൾ ഗ്രാഫ് വരച്ചാൽ ഇതുപോലെ കിട്ടും. അടുത്തത് പ്രൈസും, അതേ പ്രൈസ് നോക്കുക, അതേ പ്രൈസും കൺസ്യൂമർ ബിൻ്റെ ക്വാണ്ടിറ്റി നോക്കുക, പ്രൈസും QD ഓഫ് കൺസ്യൂമർ ബിയും നോക്കുക. ഇത് മാത്രം നോക്കിയിട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് സെക്കൻഡ് ഗ്രാഫ് കിട്ടും. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ തേർഡ് ടേബിളിൽ പറഞ്ഞു പ്രൈസും മാർക്കറ്റ് ഡിമാൻഡ്. അപ്പോൾ നമ്മൾ പ്രൈസും ഈ ഒരു കോളവും മാത്രം നോക്കിയിട്ടാണ് പിന്നീട് ഗ്രാഫ് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് തേർഡ് ഗ്രാഫ് കിട്ടും. പ്രൈസും മാർക്കറ്റ് ഡിമാൻഡ് എന്നുള്ള കോളവും നോക്കി വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫാണിത്, മാർക്കറ്റ് ഡിമാൻഡ്. കൺസ്യൂമർ എയുടെയും കൺസ്യൂമർ ബിയുടെയും, അതായത് സമ്മേഷൻ ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ്സ് എന്നാണ് പറഞ്ഞത് അല്ലേ, അതിനെയാണ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കർവ് ഇങ്ങനെ ആയിട്ട് വരും. QD എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ്, ദെൻ Y ആക്സിസിൽ പ്രൈസ്. അപ്പോൾ ആദ്യം സെപ്പറേറ്റ് വരച്ചിട്ട് പിന്നെ ഒന്നിച്ച് വരയ്ക്കും. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, പോയിൻറ്റ്സ് വളരെ വ്യക്തമായിട്ട് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ വാല്യൂസ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വരയ്ക്കുക. ചുമ്മാ വരച്ച് വെക്കരുത്. എക്സ് ആക്സിൽ Y ആക്സിൽ വാല്യൂസ് മാർക്ക് ചെയ്യുക. ദെൻ അടുത്ത് പറയുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി മാർക്കറ്റ് ഡിമാൻഡ്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് മാർക്കറ്റ് ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നത്? കുറേയധികം ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യില്ല. ഇൻഡിവിജ്വൽ ഡിമാൻഡിനെ പോലെ തന്നെയുള്ള ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൂടാണ്ട് മറ്റ് ഫാക്ടേഴ്സും ഉണ്ടാവില്ലേ മാർക്കറ്റ് ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നത്? ഏതൊക്കെയാണ്? പോപ്പുലേഷൻ ഓഫ് ദ കൺട്രി, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, ക്ലൈമറ്റ് ആൻഡ് സീസൺസ്, അതുപോലെ തന്നെ ഗവൺമെൻറ് പോളിസി, ഇതൊക്കെ തന്നെ മാർക്കറ്റ് ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. ഇത്തരം കുറേയധികം ഫാക്ടേഴ്സ് ഉണ്ട് മാർക്കറ്റ് ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ്? പോപ്പുലേഷൻ ഓഫ് ദ കൺട്രി, ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, ക്ലൈമറ്റ് ആൻഡ് സീസൺസ്, ദെൻ ഫോർത്ത് വൺ ഗവൺമെൻറ് പോളിസി.
ഇനി അടുത്ത നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് ലോ ഓഫ് ഡിമാൻഡ് ആണ്. എന്താണ് ലോ ഓഫ് ഡിമാൻഡ്? ഡിമാൻഡിൻ്റെ നിയമം എന്താ പറയുന്നത്? ദ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഈസ് കോൾഡ് ദി ലോ ഓഫ് ഡിമാൻഡ്. ഡിമാൻഡും പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റിയും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് എന്നുള്ള ലോയ്ക്ക് പറയുന്ന പേരാണ് ലോ ഓഫ് ഡിമാൻഡ്. ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റിയും പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റിയും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. ഹിയർ അതർ തിങ്സ് റിമൈനിങ് കോൺസ്റ്റൻറ്റ്. ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന മറ്റ് ഫാക്ടേഴ്സ് എല്ലാം തന്നെ ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. പ്രൈസ് അല്ലാണ്ട് ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന മറ്റ് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ, അതെല്ലാം തന്നെ ഇവിടെ എന്താണ്? കോൺസ്റ്റൻ്റ് ആണെന്നാണ്. ആ ഒരു സിറ്റുവേഷനിലാണ് ഈ നിയമം ബാധകമാവുള്ളൂ. അതർ തിങ്സ് റിമൈനിങ് അൺചേഞ്ച്ഡ്. വെൻ പ്രൈസ് ഡിക്രീസസ് ഡിമാൻഡ് ഇൻക്രീസസ്. പ്രൈസ് കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഡിമാൻഡ് കൂടും അല്ലേ. ആൻഡ് വെൻ പ്രൈസ് ഇൻക്രീസസ് ഡിമാൻഡ് ഡിക്രീസസ്. പ്രൈസ് ഇൻക്രീസ് ചെയ്താലോ ഡിമാൻഡ് കുറയും. അപ്പോൾ അതർ തിങ്സ് റിമൈനിങ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ അതർ തിങ്സ് റിമൈനിങ് അൺചേഞ്ച്ഡ് എന്നുള്ള കാര്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് ലോ ഓഫ് ഡിമാൻഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് അവിടം വരെ ആൻസർ ചെയ്തണം. ലോ ഓഫ് ഡിമാൻഡ് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ലോ ഓഫ് ഡിമാൻഡ് ഈസ് ബേസ്ഡ് ഓൺ ദി കണ്ടീഷൻ ദാറ്റ് അതർ തിങ്സ് റിമൈനിങ് അൺചേഞ്ച്ഡ്. അവിടം വരെ ആൻസർ ചെയ്തണം. ദ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഈസ് കോൾഡ് ദി ലോ ഓഫ് ഡിമാൻഡ്. ദെൻ ഡിമാൻഡ് കർവ് ആണ് നമ്മൾ നോക്കുന്നത്. എന്താണ് ഡിമാൻഡ് കർവ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് പ്രൈസ്, അതാണ് ഈ ഡിമാൻഡ് കർവിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ. ക്വാണ്ടിറ്റി ഡിമാൻഡും പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഏതിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഡിമാൻഡ് കർവിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ദ ഗ്രാഫ് റെപ്രസെൻറ്റിംഗ് ദി ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഡിമാൻഡ് ആൻഡ് പ്രൈസ് ഈസ് കോൾഡ് ദി ഡിമാൻഡ് കർവ്. ഓക്കെ, എക്സ് ആക്സിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താണ്? ഗുഡ് 1. വൈ ആക്സിസിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താണ്? ഗുഡ് 2 അല്ലേ. ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ് എക്സ് ആക്സിസിൽ, വൈ ആക്സിസിൽ എന്താണ്? പ്രൈസ്. ക്യൂ ഈക്വൽ ടു ഡി ഓഫ് അല്ലെങ്കിൽ എഫ് ഓഫ് പി. ഡിമാൻഡ് ഈസ് എ ഫങ്ഷൻ ഓഫ് പ്രൈസ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിമാൻഡ് കർവിലൂടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ക്വാണ്ടിറ്റി ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമ്മൾ ഡിമാൻഡ് കർവിലൂടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്രയാണ് അല്ലേ, അതും പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്കറിയാം. പ്രൈസിന് വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഏതിന് വേരിയേഷൻ വരും? പ്രൈസിന് വേരിയേഷൻ വന്നാൽ ഓട്ടോമാറ്റിക്കലി ഡിമാൻഡിന് വേരിയേഷൻ വരില്ല. അപ്പം നമ്മൾ ലോ ഓഫ് ഡിമാൻഡിൽ പറയുന്നത് പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂടുമെന്നുള്ള ലോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നല്ലോണം കേട്ട് വീഡിയോ ക്ലാസ് കേട്ട് മനസ്സിലാക്കുക. എന്നിട്ട് അതിലത്തെ വാല്യൂ പോയിൻറ്റ്സ് നോട്ട് ചെയ്യുക, നോട്ട്സ് സബ്മിറ്റ് ചെയ്യുക പറയുന്ന ടൈമിൽ. ഓക്കെ.